പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനൊരോടമായ കർത്താവെ, ഞാനങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, വാർത്തപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയും. ഈ പുതിയൊരു ദിവസം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവെ, നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഈ പുതിയ ദിവസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങയുടെ അനന്തമായ കാണുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, വാർത്തപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. കാരുണ്യവാനായ കർത്താവെ, എന്ത് ഭക്ഷിക്ക് എന്ത് പാനം ചെയ്യുന്നതിനെക്കുറിച്ച് ആകുലരാകേണ്ട എന്ന് നീ ഞങ്ങളോട് പറയും. എല്ലാ ആകുലതകളും നിനക്ക് വിട്ടു തരുവാൻ ആദ്യം അവിടുത്തെ രാജ്യം നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം നിനക്ക് നൽകുമെന്ന് കർത്താവെ ഈ ഓർമ്മിപ്പിക്കും. ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തയും വികൃതകളുമായിട്ട് നീ ജീവിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് മറന്നു നീ ജീവിക്കുക. രണ്ട് വള്ളത്തിൽ കാലുവെച്ചുകൊണ്ട് നീ പോകേണ്ട കാര്യമില്ല. കാരണം നിന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയെ നീ ആശ്രയിക്കണം. അതുകൊണ്ടാണ് കർത്താവ് നീ പറയുക, ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം, മറ്റുള്ളവയെല്ലാം നിനക്ക് നൽകുന്നു. ഇതാ കർത്താവ്, നിന്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഏവരെയും സമർപ്പിക്കും. സഭയോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതം ഹോമിച്ച വിശുദ്ധ തോമസ് മൂറിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ എത്രമാത്രം കർത്താവെ നിൻ്റെ സ്നേഹത്തെ ജ്വലിച്ചുവെന്നും സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനും സഭയുടെ പ്രബോധനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. ഞങ്ങൾ ഹെൻറി എട്ടാമൻ സഭയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുതിയ സഭ രൂപീകരിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ തോമസ് മൂർ ശക്തിയുക്തം അതിനെ എതിർത്തു. കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന ഈ വിശുദ്ധൻ വളരെ സൗമ്യനും, അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോഴും സഭയോടല്ലാതെ തനിക്ക് മറ്റാരോടും ചേർന്ന് നിൽക്കുവാൻ കഴിയില്ലെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി പറയുവാനും സാധിച്ചു. കാരുണ്യവാനായ കർത്താവേ, ഇതാ ഫലിതത്തിലൂടെ അവസാന നിമിഷത്തിലും തൻ്റെ സഭയോടുള്ള സ്നേഹത്തെ ഏറ്റുപറഞ്ഞ വ്യക്തിയാണ് തോമസ്. ആരാച്ചാരോട് പറയുന്നുണ്ട്, ഈ താടിയൊന്നും ചെയ്യരുത്, ഈ താടിയൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തത് ഞാനാണ്. കാരുണ്യവാനായ കർത്താവേ, ഈ വിശുദ്ധനെ പോലെ ധൈര്യപൂർവ്വം ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുവാൻ നീ കൃപ നൽകി അനുഗ്രഹിക്കണം. സഭയ്ക്ക് വേണ്ടി പീഡനമേൽക്കുന്ന എല്ലാവരെയും, വിശ്വാസത്തെ പ്രതി ത്യാഗങ്ങൾ സഹിച്ചവരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കും. നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹം, നിൻ്റെ ശക്തി, നിൻ്റെ അഭിഷേകർക്ക് നൽകി അനുഗ്രഹിക്കണം. ഈ ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളങ്ങ് സഹായിച്ചു കൊടുക്കണമേ. നിൻ്റെ കാരുണ്യവും കരുതലും സ്നേഹവും അനുഭവിക്കാൻ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതാ ഈ ദിവസത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ നിന്നെ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി നന്ദി പറയും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ വീഴ്ചയും ഞങ്ങളുടെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.